മാന്യ പ്രേക്ഷകരെ, ഇവിടെ ഇന്നിപ്പോൾ നമ്മുടെ ഡെലീന റോസ് നല്ല സ്മാർട്ട് ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു തുടക്കത്തിലാണ്. എല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയത് വെളി വെച്ചായിരുന്നു. ഇതിപ്പം മസിലാട് ഒന്നും മണമൊന്നും ഇല്ലാത്ത കാര്യമായതുകൊണ്ട് അകത്ത് കിച്ചണിൽ തന്നെ വെച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. അരി ഉഴുന്നും കൂടെ ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ചോറെടുത്തിട്ടുണ്ട്. നാളെ രാവിലത്തേക്ക് ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇതാണ് അരി ഉഴുന്നും കൂടെ കുതിർത്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഇപ്പോൾ കുറച്ച് ചോറിട്ടിട്ടുണ്ട്. സ്മാർട്ടായിട്ട് വൃത്തിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ടോ. സ്വല്പം വെള്ളം കൂടി ഒഴിച്ചു. ഒന്നുകൂടെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് ഈ അരി ഉഴുന്നും കൂടെ കുതിർത്തത് അരച്ചെടുക്കുന്നത്. ഇതിപ്പോൾ രണ്ടാമത്തെ ആവശ്യത്തേക്കുള്ളത് മിക്സിക്കകത്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും കൂടി ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് അല്ലേ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഭാഗം അരച്ചെടുത്ത് ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്, വലിയ പാത്രത്തിലേക്ക്. കാരണം അത് പുളിച്ച് പൊങ്ങുമ്പം പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി വലിയ പാത്രം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഇത് നമ്മൾ പുളിക്കാൻ വെക്കും. മാവ് ഇത് പുളിച്ച് വന്നിട്ടുണ്ട്, ഏകദേശം നല്ലപോലെ പുളിച്ച് വന്നിട്ടുണ്ട്. ഇനിയും ഒരു ഏതാനും മിനിറ്റും കൂടെ ഈ മാവ് പുളിക്കാൻ വെച്ചിട്ട് ആ സമയം കൊണ്ട് നമ്മൾ ഇവിടെ നമ്മുടെ ഡെലീന റെഡി ആയിട്ടുണ്ട്. ഇത് തക്കാളി ചമ്മന്തിയാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ആ പാൻ വെച്ചിട്ട് ഇത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അത്യാവശ്യത്തിന് മാത്രം. എന്നിട്ട് ഇവിടെ ഉള്ളി ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഒരു സൂപ്പർ ചമ്മന്തിയുടെ പ്രിപ്പറേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ തക്കാളി ചട്നി എന്നാണ്, ചമ്മന്തി എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ഷെഫിന് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തക്കാളി ചട്നി എന്ന് പറയണമെന്ന് തന്നെ കറക്റ്റ് ചെയ്തു. അപ്പോൾ തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടി തക്കാളി അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളിയെല്ലാം കൂടെ ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഇട്ട് ഇങ്ങനെ ഇതൊക്കെയാണ് ഷെഫിൻ്റെ ആ സീരിയസ്നെസ്, അതിൻ്റെ കോൺസെൻട്രേഷൻ ഒന്ന് ശ്രദ്ധിക്കാം. നല്ലപോലെ വഴന്നിട്ട് എടുക്കത്തുള്ളൂ. ആവശ്യത്തിനുള്ള കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഷെഫിൻ്റെ അസിസ്റ്റൻ്റാണ് ഇത്. അസിസ്റ്റൻ്റ് എല്ലാവരും ഒന്ന് വിഷ് ചെയ്തേരെ. അസിസ്റ്റൻ്റ് ഇപ്പം കുറച്ച് ഷെഫ് പറഞ്ഞു ഇത് മാത്രം പോരാ, അല്പം ഇഞ്ചിയും കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇഞ്ചി ഇപ്പോൾ അരിഞ്ഞ് സൂപ്പറായിട്ട് കൊണ്ടുവന്നിട്ട് അതും കൂടെ ഇതിലിട്ടിട്ട് ഇപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. തക്കാളി ഏകദേശമായിട്ട് വഴന്നൊക്കെ വരുന്നുണ്ട്. ഇത് കഴിക്കുന്നവരോടോ കാണുന്നവരോടോ എന്തെങ്കിലും ഷെഫിന് പ്രത്യേകിച്ച് വല്ലതും പറയാനുണ്ടോ? നിർദ്ദേശങ്ങളോ വല്ലതും? ഒന്നും പറയാനില്ലെന്നാണ് ഈ ഷെഫ് പറയുന്നത്. മൗനം വിദ്വാനുഭൂഷണം, അതാണ് ഷെഫിൻ്റെ തത്വം. ഷെഫിന് ഈ റെസിപ്പി കൊടുത്തത് ജിനു ആൻറ്റിയാണ്. ഈ റെസിപ്പി നമ്മുടെ ഡെലീനയ്ക്ക് കൊടുത്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ജിനു ആൻറ്റിക്ക് ഞങ്ങളുടെ ഒരു പ്രത്യേകം താങ്ക്സ് ഉണ്ട്. കാരണം ഞങ്ങൾ ഈ തക്കാളി ചമ്മന്തി, ചട്ടണി എന്നല്ല പറഞ്ഞത്, തക്കാളി ചമ്മന്തി ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ അതിൻ്റെ രുചി അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഡെലീന ഇത് കൃത്യമായിട്ടുണ്ടാക്കി നല്ല ദോശയും കൂടെ ഒന്ന് കൂട്ടി ഒന്ന് കഴിച്ചു നോക്കണം. എന്നിട്ട് അതിൻ്റെ വിവരം ഞങ്ങൾ അറിയിക്കാം. നമ്മുടെ തക്കാളി ചമ്മന്തിക്കുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് തണുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് തണുത്ത് കഴിഞ്ഞിട്ടാണ് അത് നമ്മൾ മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി അത് പാനിനകത്തു നിന്ന് അത് മിക്സിയിലോട്ടാക്കുന്നുണ്ട്. മിക്സിയിലോട്ടാക്കിയ ശേഷം നമുക്കത് നല്ലപോലെ അരച്ചെടുക്കണം. വഴറ്റിയെടുത്ത് തണുപ്പിച്ചെടുത്ത ആ തക്കാളി മിക്സിയിലേക്ക് ഇട്ട് അരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഒരു 2.5 സ്പൂണ് തേങ്ങാപ്പൊടി, 2.5 സ്പൂൺ എന്ന് പറയുമ്പോൾ 2.5 ടേബിൾ സ്പൂണാണ്. 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പൊടിയും കൂടെ അതിൻ്റെ അകത്ത് ചേർത്ത് ഇട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ അതിൽ റെഡി ആയിട്ടുണ്ട്. അതിപ്പോൾ മിക്സിയിൽ വെച്ച് അരയ്ക്കാൻ പോവാം. ഇതുണ്ടോ നല്ല സൂപ്പറായിട്ട് തക്കാളി, ഉള്ളി, ഇഞ്ചി, പിന്നെ കാശ്മീരി ചില്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പൊടി, ഒരു മുഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ മിക്സിയിൽ അരച്ചെടുത്തതാണിത്. 1/2 സ്പൂൺ വെളിച്ചെണ്ണ പാനിനകത്ത് ഒഴിച്ചിട്ട് അതിലേക്ക് എണ്ണ ചൂടാകുമ്പം കടുക് പൊട്ടിച്ചെടുക്കുക. ഇത്രയും കടുക് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ട് വേണം ഇടാൻ. അപ്പോൾ ഇവിടെ ഒരു ടിപ്പുണ്ട്. നല്ലപോലെ എണ്ണ ചൂടാകാതെ കടുക് ഇട്ടാൽ കടുക് പൊട്ടുകയില്ല, അത് കല്ലിച്ചു പോകുമെന്നാണ് പറയുന്നത്. എണ്ണ ചൂടായപ്പോൾ നമ്മൾ കടുക് പൊട്ടാൻ തുടങ്ങുന്നുണ്ട്. കടുക് ഇളക്കി കൊടുക്കുക. ഒരു 2 വറ്റൽമുളക് കട്ട് ചെയ്തിടുക. 2 വറ്റൽമുളക് അതിലേക്ക് കട്ട് ചെയ്തിട്ട്
ഇനി കുറച്ച് നമുക്ക് കരിയാപ്പില ഇടാം. ഇനി നമ്മൾ ഈ തക്കാളിക്ക് ചട്നി അരച്ച് വെച്ചിരുന്ന ഈ തക്കാളിക്ക് ഉള്ളിയും ഇഞ്ചിയും തേങ്ങയും ഉപ്പൂടെ കൂട്ടി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇടാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാം സാധനം എല്ലായിടത്തും പിടിച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ദോശ ചൂടാം. ദോശ ഏകദേശം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല തക്കാളിക്ക ചട്നി ഇപ്പം റെഡിയാകും. നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാവേ. ഒരു ശൽപ്പത്തിന് ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ടു. നിങ്ങളുടെ ഉപ്പ് അനുസരിച്ച് നിങ്ങൾ ഇട്ടാൽ മതി. നമുക്കപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഒരു 2-3 മിനിറ്റ് കൂടെ മതി കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് നല്ല ദോശയും ചുട്ട് കഴിക്കാം. അടുത്ത പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം. അപ്പോൾ ഇവിടെ പാൻ ചൂടായിട്ടുണ്ട്. മസാല നെയ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇതാണ് ഇവിടെ ദോശ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനി ദോശ കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ആ ദോശയ്ക്ക് മിച്ചം വന്ന മാവ് കൊണ്ട് പിന്നെ ലീന ഇവിടെ ഒരു കുഞ്ഞ് ദോശകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തീരെ മൈക്രോസ്കോപ്പിക് ദോശ എന്ന് പറയും. അത് പ്രത്യേകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇതാണ് ചമ്മന്തി. നമ്മുടെ ചമ്മന്തി ഇത് റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ? ഈ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ഇതുണ്ടോ ഈ പ്ലേറ്റിനകത്താക്കി കഴിഞ്ഞിട്ട് ഡെലീന വേറൊരു ഡെക്കറേഷൻ കൂടെ ഒരു അലങ്കാരം കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അലങ്കാരം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിൻ്റെ തത്വം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്ത ശേഷം ഇനി എന്നെ കൊണ്ട് ഒന്നും പറ്റില്ലെന്ന് തോന്നിയാൽ എന്തെങ്കിലും കൂടി അല്പം ഒരു മിനുക്ക് പണി അത് പൊട്ട് തൊടുന്ന പോലെ കൂട്ടിച്ചേർക്കാം. എങ്കിലേ ജീവിതത്തിൽ വിജയിക്കാൻ ഒക്കൂ എന്നുള്ള കാര്യം ഈ പ്രായത്തിൽ 10 വയസ്സുള്ളപ്പോഴേ ഡെലീനയ്ക്ക് അറിയാം. അതിനാണ് അവൾ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.